വ്യാജരേഖ ചമച്ച് ജോലിയിൽ സ്ഥാനക്കയറ്റം നേടിയ GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർക്കെതിരായ അന്വേഷണ ഫയൽ GST കമ്മീഷണറുടെ മുന്നിലെത്തി. പക്ഷേ ഇതുവരെ കമ്മീഷണർ ഫയലിൽ നടപടിയെടുത്തിട്ടില്ല. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഫയൽ വീണ്ടും നീങ്ങി തുടങ്ങിയത്. GSTയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ അനിൽ ശങ്കറാണ് ഇല്ലാത്ത യോഗ്യതയുണ്ടെന്ന് എഴുതി ചേർത്ത് സ്ഥാനക്കയറ്റം നേടി ഉന്നത പദവിയിലെത്തിയത്. റിപ്പോർട്ടർ ഫോളോ അപ്പ് വാർത്തയാണ്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, അനിൽ ശങ്കറിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. പ്രസാദ് തുടർച്ചയായി ഇതിന്റെ വിവരങ്ങൾ രേഖകളൊക്കെ പുറത്തുവിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഫയലിന് അനക്കം വെച്ചിരിക്കുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉടനുണ്ടാകാൻ സാധ്യതയുണ്ടോ? വിനീത, GST വകുപ്പിലുണ്ടായ ഒരു ഗുരുതരമായ വീഴ്ചയാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത്. നിരവധി വാർത്ത ഇത് സംബന്ധിച്ച് നമ്മൾ നൽകി. അതായത് LD ക്ലർക്കായി ആശ്രിത നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിച്ച ഒരാൾ മതിയായ ഒരു യോഗ്യതയുമില്ലാതെ ഇപ്പോൾ GSTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊന്നായ GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായി മാറി എന്നുള്ളതാണ്. അതിൽ വകുപ്പ് തല പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്, അതല്ലെങ്കിൽ ഡിഗ്രി ബിരുദം വേണ്ടതുണ്ട്. ഇത് രണ്ടുമില്ലാതെയാണ് അനിൽ ശങ്കറിന് വലിയ രീതിയിലുള്ള സ്ഥാനക്കയറ്റം പിന്തുണയോടുകൂടി ഉണ്ടായത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ തന്നെ മനസ്സിലായത്. 2020 ഇത് സംബന്ധിച്ച് ആദ്യം പരാതി ഉണ്ടായത്. സ്ഥാനക്കയറ്റം വ്യാജരേഖ ചമച്ചാണെന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി കമ്മീഷണർ GST അന്വേഷണവും നടത്തി. അങ്ങനെ അന്വേഷണം നടത്തിയതിൽ നിന്ന് കൃത്യമായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്, മതിയായ രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി അനിൽ ശങ്കറിന് കഴിഞ്ഞില്ല, അതുകൊണ്ട് തുടർ നടപടി വേണമെന്ന് 2021 റിപ്പോർട്ട് കൊടുത്ത വർഷം 3 കഴിഞ്ഞു. ഭരണാനുകൂല സംഘടനയിലെ സജീവ പ്രവർത്തകനാണ് ഈ അനിൽ ശങ്കർ. അങ്ങനെ 3 വർഷം കഴിഞ്ഞിട്ട് നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തത്. അതിനിടയിൽ നികുതി വകുപ്പ് തന്നെ നിയമനാധികാരിയായ GST കമ്മീഷണറോട് നടപടിയെടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ മാസം 4 കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് GST വകുപ്പ് നികുതി ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞത് മറ്റൊരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ GSTയുടെ ജോയിന്റ് കമ്മീഷണറായ പ്രമോദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. പ്രമോദ് എന്ന് പറയുന്ന ജോയിന്റ് കമ്മീഷണറോട് പറഞ്ഞത് 1 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ്. മാസം 3 കഴിഞ്ഞു, റിപ്പോർട്ട് കൊടുത്തില്ല. 1 വർഷം കഴിഞ്ഞാൽ അനിൽ ശങ്കർ വിരമിക്കുകയും ചെയ്യും. ഈ ഫയൽ ധനമന്ത്രി കണ്ടു, മുഖ്യമന്ത്രി കണ്ടു, ഇപ്പോൾ GST കമ്മീഷണറുടെ കയ്യിൽ നിൽക്കുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ GST കമ്മീഷണർ അജിത് പാട്ടീൽ IAS ഒരക്ഷരം പറയാനും തയ്യാറാകുന്നില്ല. വിരമിക്കുന്നതിന് മുമ്പ് അനിൽ ശങ്കറിനെതിരെ ആളായതുകൊണ്ട് ഒരു നടപടിയും എടുക്കാൻ, അതായത് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ കണ്ട ഫയലായിട്ട് പോലും ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നില്ല എന്നതാണ്. അന്വേഷണ വിധേയമായി പോലും മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതാണ് അതിലെ ഗുരുതരമായ കാര്യവും. കാരണം ഒരന്വേഷണത്തിലല്ല ഇത് കണ്ടെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2021 ഡെപ്യൂട്ടി കമ്മീഷണർ അന്വേഷിക്കുന്നു, പിന്നീട് ജോയിന്റ് കമ്മീഷണർ അന്വേഷിക്കുന്നു, നിലവിൽ വിജിലൻസിൻ്റെ അന്വേഷണം തുടരുന്നു. ഈ അന്വേഷണ ഘട്ടത്തിൽ എവിടെയും ഇതൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ രേഖ കാണിച്ചു കൊടുക്കുക. നമുക്കറിയാവുന്നതുപോലെ വകുപ്പ് തല പരീക്ഷകൾ പാസ്സായാൽ അതിൻ്റെ വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ പറയുന്ന അനിൽ ശങ്കറിൻ്റെ സമയത്തെ ഗസറ്റിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മാത്രമല്ല, സർവീസ് ബുക്കിൽ പറയുന്ന ബിരുദ സർട്ടിഫിക്കറ്റ് അത് MG സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന വിവരം ഇതിനകം തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ആ വിവരം ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാത്തതല്ല. പക്ഷേ എന്നിട്ടും ഒരുപാട് യോഗ്യതയുള്ളവർ പുറത്തു നിൽക്കുമ്പോഴും സർവീസിൽ അകത്തുള്ളപ്പോഴും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റായി പുറത്തു നിൽക്കുന്നവരും ഒരുപാടുള്ള സമയത്താണ് ഇങ്ങനെ വ്യാജന്മാർ സർക്കാരിൻ്റെ സംരക്ഷണയോടുകൂടി മുകളിലേക്ക് കയറുന്നതും ഒരു നടപടിയുമില്ലാതെ വളരെ കൂളായി സർവീസിൽ ഒരു ചെറിയ നിയമനമാണെങ്കിൽ പോലും ഈ രേഖകളൊക്കെ കൃത്യമായി പരിശോധിക്കുന്നതാണ്. ഒരു നമ്മൾ SSLC ബുക്ക് ആണെങ്കിലും +2 ഡിഗ്രി എന്ന് വേണ്ട എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ടാണ് ഒരു നിയമനം നൽകുന്നത്. അദ്ദേഹം നിരവധി സ്ഥാനക്കയറ്റങ്ങൾ കിട്ടിക്കൊണ്ട് ഇത്തരത്തിൽ GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന ഏറ്റവും ഉന്നത പദവിയിൽ എത്തുകയാണ്. ഒരു തരത്തിലുള്ള പരിശോധനകളും നടത്തിയില്ല എന്നതാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത സ്ഥാനത്താണ് ഒരാൾ ഇരിക്കുന്നത്? ഏതെങ്കിലും ചെറിയൊരു ഓഫീസിലെ ഏതെങ്കിലും ഒരു പ്യൂൺ തസ്തികയിലോ ഒന്നുമല്ല, GST ടാക്സ് ഓഫീസർ എന്ന പദവിയിലാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. അത് തന്നെയാണ് എല്ലാവർക്കും ദുരൂഹമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇങ്ങനെ പരിശോധിക്കേണ്ടവർ
ഇവരുടെ തന്നെ ആളായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതല്ലേ സംഭവിക്കുക എന്ന മറു ചോദ്യമാണ് അവിടെ നിന്ന് തിരിച്ചു ചോദിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവരവരുടെ സർവീസ് ബുക്കിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ വരെ അനിൽ ശങ്കർ ഉണ്ടായിരുന്നു. ആ സമയത്തും ഒരു പ്രൊമോഷൻ അനിൽ ശങ്കറിന് കിട്ടിയിട്ടുണ്ട്. തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി അന്വേഷണ റിപ്പോർട്ടിൽ മനസ്സിലായിട്ടും അതിന് റിപ്പോർട്ട് കിട്ടിയിട്ടും ഏറ്റവും ഒടുവിൽ നികുതി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിയമനാധികാരിയായ GST കമ്മീഷണറോട് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ട് മാസം 4 കഴിഞ്ഞിട്ടും ഈ ഫയൽ പൂഴ്ത്തി എന്നുള്ളതാണ്. അവിടെ നിന്നാണ് പിന്നീട് നമ്മുടെ വാർത്ത വരുന്നതും ഇപ്പം ഒടുവിൽ ഫയൽ നീങ്ങുകയും ചെയ്യുന്നത്. നമ്മൾ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ വിനീത പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കണ്ടു, ധനമന്ത്രി കണ്ടു, ഇപ്പോൾ നിലവിൽ ഇന്നലെ വൈകിട്ട് ടാക്സ് കമ്മീഷണർ ഫയൽ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫയലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു വർഷം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 വർഷം കഴിയുമ്പോൾ അനിൽ ശങ്കർ സർവീസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഒരുപക്ഷെ ഒരു സസ്പെൻഷൻ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ വ്യാജരേഖ ചമച്ചതിന് ഒരു നടപടിയുമില്ലാതെ. കാരണം അദ്ദേഹം ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ശരി, TV പ്രസാദ്, ഏതായാലും പ്രസാദിന്റെ അന്വേഷണം തുടരുക.